വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ കിഴക്കേ നടയിൽ കാർ സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. ബുധനാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. തൃപ്രയാർ പൈനൂർ സ്വദേശി പരേതനായ സണ്ണിയുടെ മകൾ 19 വയസ്സുള്ള ആൻമേരിക്കാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആൻമേരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിയിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന കാർ സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. തൃപ്രയാർ റോഡ് സുരക്ഷാ പ്രവർത്തകരാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വലപ്പാട് പോലീസിലായിരുന്നു കുട്ടിയുടെ പിതാവായ പരേതനായ സണ്ണി. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ആൻമേരി. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എങ്കിലും ഇതുപോലുള്ള ക്യാമ്പുകൾ നമ്മുടെ മാനസികമായും അതുപോലെ ശാരീരികമായും അതുപോലെ നമ്മുടെ സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കുട്ടികളായിട്ട് വളരാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ 6ാം വാർഡ് സർവേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ വിചാരിക്കും നമ്മളെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെപ്പോഴും അറിയുന്നത്. PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ കെ രാജൻ, പഞ്ചായത്ത് അംഗം CP പ്രദീപ്, KK സെബാസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ R പ്രസന്നകുമാരി, സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, രഹന അനിലൻ, IK ലവൻ, PV ശാലിനി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പള്ളയിൽ കാലങ്ങളായി തുടരുന്ന മാലിന്യ പ്രശ്നത്തിൽ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ നടപടികളുമായി ആരോഗ്യവകുപ്പ് അധികൃതർ രംഗത്തെത്തി. പല്ല സെന്ററിലെ സ്വകാര്യ വ്യക്തിയുടെ ഇരുനില കെട്ടിടത്തിലും തൊട്ടടുത്ത മദ്രസ കെട്ടിടത്തിലുമായി 60ലധികം അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചതോടെയാണ് പല്ല പ്രദേശം മാലിന്യ കേന്ദ്രമായത്. മതിയായ ശുചിത്വ സംവിധാനമോ താമസ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഇവിടെ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായ പകർച്ചവ്യാധി ഭീഷണിയോടൊപ്പം അന്യസംസ്ഥാനക്കാർക്കിടയിൽ നടക്കുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള അക്രമങ്ങളും കലഹവും സുരക്ഷിതത്വ പ്രശ്നവും രൂക്ഷമായി. കെട്ടിടങ്ങളുടെ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടിയൊലിച്ചും പ്ലാസ്റ്റിക് ഭക്ഷണ മാലിന്യങ്ങൾ നിക്ഷേപിച്ചും പ്രദേശമാകെ ദുർഗന്ധവും കൊതുകും രൂക്ഷമായതോടെ നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികൃതരെ വിവരം ധരിപ്പിച്ചിരുന്നു. എന്നാൽ കാര്യമായ നടപടികളില്ലാതിരിക്കുകയും മാലിന്യ പ്രശ്നം തുടരുകയും ചെയ്തതോടെ 30ഓളം കുടുംബങ്ങൾ പരാതിയുമായി കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെയും ജില്ലാ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർമാരെയും പോലീസിനെയും സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സാനു M പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. പല്ലയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കുകയോ അല്ലാത്ത പക്ഷം അടച്ചുപൂട്ടുകയോ ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ സാനു M പരമേശ്വരൻ പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചൊവ്വാഴ്ച വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും നടപടികൾ സ്വീകരിക്കാൻ ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അറിയിച്ചു. കാടുകയറി ഡോക്ടർ പകർത്തിയ ചിത്രങ്ങൾ നാട്ടുകാർക്ക് വിസ്മയ കാഴ്ചയൊരുക്കി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റോഷ് പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം താലൂക്ക് ആശുപത്രിയിൽ നടന്നു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി പകർത്തിയ 140 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹിമ്മത്ത്, ഡോക്ടർ ബെനീഷ് ബാബു, സ്റ്റാഫ് സെക്രട്ടറി ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ ഇവിടെ വന്ന പല നെൻസിലും ചോദിക്കേണ്ടായിരുന്നത് ഡോക്ടർ സ്വന്തമായി എടുത്തതാണോ, അവർക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിൽ രോഗികളോട് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു രോഗിയുടെ മനസ്സിന് വളരെയധികം സാന്ത്വനം കൊടുക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കിവിടെ അനുഭവപ്പെടാറുള്ളത്. പല സ്ഥലത്ത് ഞാൻ വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ അല്ലെങ്കിൽ താഴെയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ രോഗികളിൽ നിന്നുള്ള ആ ഒരു ചുറ്റുപാടിന് വ്യത്യസ്തമായിട്ട് വളരെ കാര്യക്ഷമതയോടുകൂടി എല്ലാവരോടും പെരുമാറുന്ന ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ മറ്റു സംഘങ്ങളും. ഇത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വിജയം എന്നുള്ളത്. അതിനേക്കാൾ ഉപരിയായി ഒരു ശുശ്രൂഷയേക്കാൾ ഉപരിയായിട്ട് പൊതുജനങ്ങളുടെ മനസ്സിൽ തന്നെ വളരെയധികം കുളിരണിയിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പരിപാടികളോട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വളരെയധികം സന്തോഷവും അതുപോലെ മേന്മയും ഉണ്ടാകും. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ രോഗികൾക്കും അവർ കൊടുക്കുന്ന മരുന്നിനേക്കാൾ ഉപരിയായി വളരെയധികം സന്തോഷവും മനസ്സ് പ്രദാനം ചെയ്യുന്ന ഒരു വ്യത്യസ്ത ചുറ്റുപാട് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ ഡോക്ടറെക്കാൾ ഉപരിയായി തന്നെ നമുക്കറിയാം നമ്മുടെ പല ജീവനക്കാരും ഇതുപോലുള്ള പല കവികളും അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ മുരുകേശൻ തന്നെ നാണയശേഖരം നടത്തിയിട്ടുണ്ട്.
കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF കൊടുങ്ങല്ലൂർ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ബൈപ്പാസ് വളയൽ സമരം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഇത്തരമൊരു ബൈപ്പാസ് ഈ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ ബൈപ്പാസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന ഒരു പാതയായി മാറിയ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. ഇവിടുത്തെ ഈ ബൈപ്പാസിന് ഏറ്റവും ജനങ്ങളുടെ സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, യാത്രാ സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പാതയായി നമുക്ക് പ്രയോജനപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടുത്തെ യാത്രക്കാർക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെ 8-9 ജീവൻ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഇത്തരം ഒരു അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രക്ഷോഭണ സമരം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിന്റെ സർവീസ് റോഡുകളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ സിഗ്നൽ സിസ്റ്റവും പോലീസ് ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട അധികാരികളുടെ നിരന്തരമായ ശ്രദ്ധയും ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഈ ഹൈവേയിലുള്ള ഇത്തരം ദാരുണമായിട്ടുള്ള അപകട മരണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുള്ളൂ. AIYF മണ്ഡലം പ്രസിഡന്റ് സാബു ഏരിമൽ അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, KV വസന്തകുമാർ, ET ടൈസൺ മാസ്റ്റർ, CC വിപിൻ ചന്ദ്രൻ, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. SM ജീവൻ, TR ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട കൊടുങ്ങല്ലൂർ താലൂക്കിലെ ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി തഹസിൽദാർക്ക് നിവേദനം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി വൈപ്പിപ്പാടത്ത്, KJ സലിം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം ചളിങ്ങാട് നിർമ്മാണത്തിനിടെ കെട്ടിടം തകർന്നു വീണ് 2 പേർക്ക് പരിക്ക്. KSKTU നാട്ടിക ഏരിയ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രി കെട്ടിടത്തിന് ശിലയിട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.